ഇന്ന് പുതിയൊരു കാര്യം, ഒരു ഫീലിങ്സാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയി. ഞാനും കുഞ്ഞും കൂടെ സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത്, അത് കോളേജിൻ്റെ വാതിക്കലാണ്. അപ്പം കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കും 2-3 പോലീസുകാർ അവിടെ നിൽപ്പുണ്ട് ബസ് സ്റ്റോപ്പിൽ. ഞങ്ങളങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ ഇച്ചിരി ട്രാഫിക് പ്രശ്നമുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു ബസ്, ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ ഒരു വളവ് കയറി ഇങ്ങനെ വരികയാണ് മെയിൻ റോഡിലോട്ട്. അപ്പം ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത് ഈ വിനോദയാത്ര അല്ലേ, ആ ഒരു ടൈമാണ്. എല്ലാവരും ടൂറിന് പോകുന്ന സമയമാണ് സ്കൂളിൽ നിന്നൊക്കെ. അപ്പം ആ ബസ്സിൽ നിറയെ കൊച്ചു കുട്ടികളാണ്, 5-6 ആ ഒരു ക്ലാസ്സിലൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നു. അപ്പം കുട്ടികൾക്കെന്ന് പറയുന്നത് ഇപ്പോഴും സൈഡ് സീറ്റിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് പൊതുവേ എല്ലാവർക്കും അങ്ങനെയാണ്, സൈഡ് സീറ്റിലിരിക്കുന്നത്. കാരണം പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ അവരെ കുറേ കുട്ടികളിങ്ങനെ തിങ്ങിയിരിക്കുകയാണ്. എന്താണ് ആ സീറ്റിനോട്ട് 2-3 കുട്ടികളിങ്ങനെ നീങ്ങിയിരിക്കുകയാണ് വെള്ളത്തെ കാഴ്ച. അപ്പം ഈ പോലീസുകാരെ കണ്ടപ്പം ഈ കുട്ടികൾ എന്താണെന്നറിയാം, അവർക്ക് പെട്ടെന്നൊരു പേടിയൊന്നും അല്ല അവരുടെ മുഖത്തുണ്ടായിരുന്നു. അവരവിടെ വന്നുകൊണ്ട്, അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, അവർക്കൊന്നും അറിയാത്ത കുട്ടികളല്ലേ. അപ്പോൾ അവരവിടെ നിന്ന് ഈ പോലീസുകാർക്ക് ടാറ്റ കൊടുത്ത്. അപ്പം ഇവിടെ നിന്ന് ഈ പോലീസുകാരും അവർക്ക് തിരിച്ച് ടാറ്റ കൊടുത്ത്. ബസ് ഇച്ചിരി കൂടെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഒരു കുട്ടി എന്നെ നോക്കി ഇങ്ങനെ ടാറ്റ തന്നു. അപ്പം ഞാനും തിരിച്ച് ടാറ്റ കൊടുത്തു. അപ്പം അപ്പം എനിക്ക് ടാറ്റ തന്ന കുട്ടി ഞാൻ തിരിച്ച് ടാറ്റ കൊടുത്തെന്ന് കണ്ടപ്പോൾ അടുത്തിരിക്കുന്നവരോടൊക്കെ ഇങ്ങനെ എന്നെ ചൂണ്ടിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്, എന്നിട്ട് ചിരിക്കുന്നു. അവർക്ക് എന്ത് സന്തോഷമെന്നറിയാമോ. നമുക്കപ്പോൾ അവരുടെ ആ ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് നമ്മൾ തിരികെ ടാറ്റ കൊടുത്തപ്പോൾ എന്തോ വലിയ കാര്യം കിട്ടിയത്. എനിക്കൊരു പ്രതികരണം കിട്ടിയല്ലോ അല്ല, ആ ഒരു സന്തോഷം. നമുക്കൊരു ടാറ്റ തന്നപ്പോൾ തിരിച്ചൊരു ടാറ്റ നമ്മൾ കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടായ ആ മനസ്സിൻ്റെ സന്തോഷം ഇല്ലേ. മിക്കവാറും നമ്മളിങ്ങനെ ബസ്സുകൾ പോകുമ്പോഴത്തേക്കും ഈ വിനോദയാത്രയ്ക്കുള്ള കുട്ടികളുമായിട്ട് പോകുമ്പോൾ അവരൊക്കെ മിക്കവാറും കൊച്ചു കുട്ടികളിങ്ങനെ കൈ കാണിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ടാറ്റ കിട്ടിക്കാണും, തിരിച്ച് ടാറ്റ കൊടുത്ത് കാണുമെന്നും പ്രതീക്ഷിക്കുക. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർ ആ പോലീസുകാർക്ക് ടാറ്റ കൊടുത്ത് തിരിച്ചവർ കിട്ടുമ്പോൾ അവർക്കറിയാം അവരെ പോലീസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആളുകളാണല്ലോ, മറ്റൊന്നുമല്ല. അവർക്ക് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കർത്തവ്യത്തിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നവരാണല്ലോ. അപ്പം അങ്ങനെയുള്ളവരുടെ നിന്ന് ഒരു ടാറ്റയൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ അവരുടെ സന്തോഷം, അവർ എന്തൊക്കെയോ ബസ്സിൽ നിന്ന് പറയുന്ന ചിരിക്കും, ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്ക് വന്നപ്പോഴും ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഇനി പോലീസുകാർക്ക് മാത്രം എന്നെ ടാറ്റ തന്നാൽ ഞാൻ ടാറ്റ കൊടുക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഒരു കുട്ടി എനിക്ക് ടാറ്റ തന്നു, ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ മനസ്സിൽ എന്ത് സന്തോഷമാണ്. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചിലർ ചെയ്തു തരുമ്പോൾ അവർ തിരിച്ചെന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കില്ലേ. നമുക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ തിരിച്ച് താങ്ക് യു എന്നൊക്കെ പറയത്തില്ലേ. അതിൻ്റെ ആവശ്യം ചില സമയത്ത് ഇല്ലെങ്കിൽ പോലും അത് പറയുമ്പോൾ അവർക്കൊരു കാരണം ആ മറുപടി എന്ന് പറയുന്നത് അവർക്കൊരു പ്രചോദനം കൂടിയാണ് അല്ലേ. അപ്പോൾ ഇനിയും തൊട്ട് അങ്ങനെ പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുവാൻ ശ്രമിക്കുമല്ലോ. അപ്പം നിങ്ങളുടെ മനസ്സിന് സന്തോഷം. എനിക്കിന്നലെ ആ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അല്ലേ. ഇവിടെ നിന്നോ വന്ന കുഞ്ഞു മക്കളാണ്, അവർ നമുക്ക് ടാറ്റ തരുന്നു, നമ്മൾ തിരിച്ച് ടാറ്റ കൊടുക്കുന്നു അല്ലേ. അങ്ങനെ നമുക്കൊരു മനസ്സ് തമ്മിലുള്ള ഒരു പെട്ടെന്നുള്ളൊരു ബന്ധമുണ്ടായി കുഞ്ഞുങ്ങളുമായിട്ട് അല്ലേ. മനസ്സ് ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പോൾ ഇനി നിങ്ങളും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണല്ലേ, ഒന്ന് ചെയ്തേക്കണം പ്ലീസ്.